കൊച്ചി നഗരത്തെ പുതച്ചിരുന്ന കനത്ത മഞ്ഞും മഴയും കലർന്ന ആ രാത്രിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ ഫോൺ നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ഫോൺ എടുത്തു. മറുതലയ്ക്കൽ കേട്ട പരിഭ്രാന്തി നിറഞ്ഞ ശബ്ദം ഒരു കാര്യം ഉറപ്പിച്ചു. നഗരം വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ നിഴലിലാണ്. കടവന്ത്രയിലെ ഒരു പഴയ ഗോഡൌണിനു പിന്നിൽ പകുതി ചീഞ്ഞഴുകിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അതൊരു സാധാരണ കൊലപാതകമായിരുന്നില്ല. അന്വേഷണത്തിൻ്റെ തുടക്കം. അർദ്ധരാത്രിയിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് സ്പോട്ടിലെത്തിയതാണ് അസിസ്റ്റന്റ് കമ്മീഷണർ സിദ്ധാർത്ഥ് വർമ്മ. ക്രൈം സീൻ പരിശോധിച്ച സിദ്ധാർത്ഥിൻ്റെ നെറ്റി ചുളിഞ്ഞു. മൃതദേഹത്തിനു ചുറ്റും കൃത്യമായ വട്ടത്തിൽ ഉണങ്ങിയ പൂക്കൾ വിതറിയിരിക്കുന്നു. ഇരയുടെ മുഖത്ത് ഭയാനകമായ ഒരു പുഞ്ചിരി പ്ലാസ്റ്റിക് സർജറി ചെയ്തതുപോലെ തുന്നിച്ചേർത്തിരിക്കുന്നു. ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നുമില്ല. പക്ഷേ കഴുത്തിലെ ഒരു ചെറിയ സൂചിത്തുള കൊലയാളി എത്ര വിദഗ്ധനാണെന്ന് വിളിച്ചു പറയുന്നു. ഇതൊരു സൈക്കോയുടെ പണിയാണ് സർ, സിദ്ധാർത്ഥിൻ്റെ ജൂനിയറായ റിയ പതുക്കെ പറഞ്ഞു. സിദ്ധാർത്ഥ് പരിസരം നിരീക്ഷിച്ചു. യാതൊരുവിധ വിരലടയാളങ്ങളോ ബഹളത്തിൻ്റെ ലക്ഷണങ്ങളോ അവിടെയില്ല. കൊലയാളി തികച്ചും ശാന്തനായാണ് ഇത് ചെയ്തത്. പെട്ടെന്നാണ് സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ മൃതദേഹത്തിൻ്റെ കൈപ്പത്തിയിൽ പതിഞ്ഞത്. മുഷ്ടി ചുരുട്ടിപ്പിടിക്കുന്ന നിലയിൽ വിരലുകൾക്കിടയിൽ ഒരു ചെറിയ വെള്ളി നാണയം ഇരിപ്പുണ്ട്. അതിലൊരു തീയതി കൊത്തിവെച്ചിരുന്നു. ഏപ്രിൽ 15. ഇന്ന് ഏപ്രിൽ 5. 10 ദിവസം കൂടി, സിദ്ധാർത്ഥ് സ്വയം മന്ത്രിച്ചു. ആ നാണയം ഒരു അടയാളമായിരുന്നു. അടുത്ത ഇരയിലേക്കുള്ള ദൂരം 10 ദിവസമാണെന്ന ക്രൂരമായ മുന്നറിയിപ്പ്. നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മറഞ്ഞിരിക്കുന്ന ആ സൈക്കോ കൊലയാളി തൻ്റെ അടുത്ത വേട്ടയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സിദ്ധാർത്ഥ് ഫോണെടുത്ത് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. നഗരത്തിലെ എല്ലാ CCTV ദൃശ്യങ്ങളും പരിശോധിക്കണം. നമ്മൾ നേരിടുന്നത് ഒരു സാധാരണ കുറ്റവാളിയെയല്ല. അയാൾക്ക് നമ്മളെക്കാൾ ഒരു ചുവട് മുൻപേ സഞ്ചരിക്കാൻ അറിയാം. മഴ കനത്തു പെയ്തുകൊണ്ടിരുന്നു. ചീഞ്ഞഴുകിയ മണത്തിനിടയിലും സിദ്ധാർത്ഥിന് ഒരു പുതിയ പെർഫ്യൂമിൻ്റെ ഗന്ധം അനുഭവപ്പെട്ടു. കൊലയാളി അവിടെ എവിടെയോ ഇരുന്ന് തങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. സിദ്ധാർത്ഥ് വർമ്മയുടെ നിഗമനം ശരിയായിരുന്നു. മൃതദേഹത്തിനരികിൽ കണ്ടെത്തിയ ആ വെള്ളി നാണയം വെറുമൊരു തെളിവല്ല, മറിച്ച് പോലീസിനെ വെല്ലുവിളിക്കാനുള്ള ഒരു പസിലായിരുന്നു. ഏപ്രിൽ 15 എന്ന തീയതി അടുത്ത കൊലപാതകത്തിനുള്ള സമയപരിധിയാണെന്ന് സിദ്ധാർത്ഥ് ഉറപ്പിച്ചു. ചിതറിപ്പോയ അടയാളങ്ങൾ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ച ശേഷം സിദ്ധാർത്ഥും റിയയും ഇരയെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലായി. കൊല്ലപ്പെട്ടത് കൊച്ചിയിലെ ഒരു പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിൻ്റെ IT വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന വിനയ് കുമാർ എന്ന യുവാവാണെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വ്യക്തമായി. വിനയ് കുമാറിന് ശത്രുക്കളാരുമുള്ളതായി കാണുന്നില്ല സർ, തികച്ചും ശാന്തനായ ഒരാൾ, റിയ റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചത് വിനയ് കുമാറിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു പ്രത്യേക ഇടപാടാണ്. കഴിഞ്ഞ 3 മാസമായി ഓരോ ശനിയാഴ്ചയും വിനയ് ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് ചെറിയ തുകകൾ കൈമാറുന്നുണ്ട്. അത് ആർക്കാണെന്ന് കണ്ടെത്താൻ സിദ്ധാർത്ഥ് സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി. രണ്ടാമത്തെ സൂചന. അന്ന് വൈകുന്നേരം വിനയുടെ ഫ്ലാറ്റിൽ പരിശോധന നടത്തവേ സിദ്ധാർത്ഥിന് ഒരു വിചിത്രമായ കാര്യം ബോധ്യപ്പെട്ടു. ഫ്ലാറ്റിലെ കണ്ണാടികളെല്ലാം കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. സൈക്കോപതിക് ലക്ഷണങ്ങൾ ഇരയിലാണോ അതോ കൊലയാളിയിലാണോ എന്ന സംശയം സിദ്ധാർത്ഥിൽ ഉടലെടുത്തു. പെട്ടെന്നാണ് സിദ്ധാർത്ഥിൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വരുന്നത്. അതൊരു ഓഡിയോ ഫയലായിരുന്നു. സിദ്ധാർത്ഥ് അത് പ്ലേ ചെയ്തു. മരണത്തിന് ഒരു താളമുണ്ട് സിദ്ധാർത്ഥ്. വിനയ് ആ താളം തെറ്റിച്ചു. ഏപ്രിൽ 15 അടുത്ത താളം മുറിയും. നിങ്ങൾ തിരയുന്നത് എന്നെയല്ല, നിങ്ങളുടെ ഉള്ളിലെ നിഴലിനെ തന്നെയാണ്. ആ ശബ്ദം ഡിസ്റ്റോർട്ടഡ് ശബ്ദം ആയിരുന്നു. പക്ഷേ ആ ശബ്ദത്തിന് പിന്നിൽ കേട്ട പശ്ചാത്തല സംഗീതം സിദ്ധാർത്ഥിനെ ഞെട്ടിച്ചു. അതൊരു പഴയ ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി അനങ്ങുന്ന ശബ്ദമായിരുന്നു. സിദ്ധാർത്ഥ് ഉടൻ തന്നെ തൻ്റെ ടീമിനെ വിളിച്ചുകൂട്ടി. നമ്മളൊരു സീരിയൽ കില്ലറെയാണ് നേരിടുന്നത്. അയാൾക്ക് ഇരകളെ തിരഞ്ഞെടുക്കുന്നതിൽ കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. വിനയ് കുമാർ കേവലം ഒരു തുടക്കം മാത്രമാണ്. അതേസമയം നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് മനോഹരമായി അലങ്കരിച്ച ഒരു മുറിയിൽ
ഒരാൾ ഒരു കലണ്ടറിലെ ഏപ്രിൽ 15 എന്ന തീയതിക്ക് ചുറ്റും ചുവന്ന മഷി കൊണ്ട് വട്ടം വരയ്ക്കുകയായിരുന്നു. അയാളുടെ മേശപ്പുറത്ത് അടുത്ത ഇരയുടെ ഫോട്ടോ ഇരിപ്പുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, ക്രൈംബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ഫയലുകൾക്കിടയിൽ ഇരുന്ന സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ ഒരു തരിച്ചിൽ അനുഭവപ്പെട്ടു. ആ ഓഡിയോ സന്ദേശത്തിലെ വാക്കുകൾ അയാളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിങ്ങളുടെ ഉള്ളിലെ നിഴലിനെ തന്നെയാണ് ഞങ്ങൾ തിരയുന്നത്. ഭയത്തിൻ്റെ നിഴൽ. സൈബർ സെല്ലിൽ നിന്നുള്ള വിവരം സിദ്ധാർത്ഥിനെ തേടിയെത്തി. വിനയ് കുമാർ പണം അയച്ചിരുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്കായിരുന്നു. എന്നാൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊരു ട്രസ്റ്റ് നിലവിലില്ലെന്ന് ബോധ്യപ്പെട്ടു. അതൊരു വ്യാജ അക്കൗണ്ടായിരുന്നു. ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത റിയ ഞെട്ടിപ്പോയി. സർ, അത് നമ്മുടെ ഓഫീസിന് വെറും 500 മീറ്റർ ചുറ്റളവിലാണ്. സിദ്ധാർത്ഥ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പെയ്യാൻ നിൽക്കുന്ന കാർമേഘങ്ങൾക്കിടയിലൂടെ നഗരം കൂടുതൽ നിഗൂഢമായി തോന്നി. കൊലയാളി തൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ടെന്ന ബോധ്യം അയാളെ കൂടുതൽ ജാഗ്രതയുള്ളവനാക്കി. അടുത്ത ലക്ഷ്യം. അന്ന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ആന്റണി, സിദ്ധാർത്ഥിൻ്റെ വിശ്വസ്തനായ ടീം അംഗം. വിജനമായ റോഡിലൂടെ കാർ ഓടിക്കുമ്പോൾ ആന്റണിക്ക് ആരോ തന്നെ പിന്തുടരുന്നതായി തോന്നി. റിയർവ്യൂ മിററിലൂടെ നോക്കിയപ്പോൾ പിന്നിൽ ഒരു കറുത്ത ബൈക്ക് അകലം പാലിച്ചു വരുന്നത് കണ്ടു. പെട്ടെന്ന് ആന്റണിയുടെ ഫോൺ ബെല്ലടിച്ചു. സിദ്ധാർത്ഥായിരുന്നു അത്. ആന്റണി, വണ്ടി നിർത്തരുത്. നിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? സിദ്ധാർത്ഥിൻ്റെ ശബ്ദത്തിൽ പരിഭ്രാന്തി ഉണ്ടായിരുന്നു. സർ, ഒരു ബൈക്കുണ്ട്, പക്ഷേ അതൊരു സാധാരണ യാത്രികനാണെന്ന് തോന്നുന്നു. അല്ല ആന്റണി, നീ നേരെ ഓഫീസിലേക്ക് തിരിച്ചു വരൂ. നിന്റെ ലൊക്കേഷൻ ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. സംഭാഷണം തുടരുന്നതിനിടയിൽ ഒരു വലിയ ട്രക്ക് എവിടെ നിന്നെന്നില്ലാതെ ആന്റണിയുടെ കാറിന് കുറുകെ വന്നു നിന്നു. കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതും പിന്നാലെ വന്ന ബൈക്ക് അതിവേഗത്തിൽ കാറിനടുത്തെത്തി. ഹെൽമറ്റ് ധരിച്ച ആ രൂപം ആന്റണിയുടെ വശത്തെ ഗ്ലാസിൽ പതുക്കെ തട്ടി. ആന്റണി തൻ്റെ സർവീസ് റിവോൾവർ കയ്യിലെടുത്തു. പക്ഷേ ഗ്ലാസിന് പുറത്ത് ആ രൂപം ഒരു ചെറിയ വസ്തു വെച്ച് അപ്രത്യക്ഷമായി. അതൊരു വെള്ളി നാണയമായിരുന്നു. വെല്ലുവിളി മുറുകുന്നു. സിദ്ധാർത്ഥും സംഘവും സ്ഥലത്തെത്തിയപ്പോഴേക്കും ആ രൂപം മഞ്ഞുപോലെ മാഞ്ഞു പോയിരുന്നു. ആന്റണി തളർന്നിരിക്കുകയായിരുന്നു. ആ വെള്ളി നാണയത്തിൽ ഇത്തവണ ഒരു പേര് കൊത്തിവെച്ചിരുന്നു, സിദ്ധാർത്ഥ്. തീയതി ഏപ്രിൽ 15 തന്നെ. പക്ഷേ പേര് സിദ്ധാർത്ഥിൻ്റേതാണ്. കൊലയാളി തൻ്റെ അടുത്ത ഇരയായി സിദ്ധാർത്ഥിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സർ, ഇത് നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ചെയ്യുന്നതാണ്, റിയ പറഞ്ഞു. സിദ്ധാർത്ഥ് ആ നാണയം കയ്യിലെടുത്തു. അതിലൊരു ചെറിയ ഗന്ധമുണ്ടായിരുന്നു. ആദ്യത്തെ മൃതദേഹത്തിനരികിൽ അനുഭവപ്പെട്ട അതേ പെർഫ്യൂമിൻ്റെ ഗന്ധം. അയാൾ എന്നെ കൊല്ലാനല്ല വരുന്നത്, സിദ്ധാർത്ഥ് പതുക്കെ പറഞ്ഞു. അയാൾക്ക് വേണ്ടത് മറ്റെന്തോ ആണ്. ഏപ്രിൽ 15 ഇനി 9 ദിവസങ്ങൾ കൂടി. അർദ്ധരാത്രിയിൽ കമ്മീഷണർ ഓഫീസിൻ്റെ സെർവർ റൂമിൽ ഒരു ചുവന്ന വെളിച്ചം മിന്നിമറഞ്ഞു. ആരോ സിദ്ധാർത്ഥിൻ്റെ പഴയ കേസുകളുടെ ഫയലുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സൈക്കോ കൊലയാളി സിദ്ധാർത്ഥിൻ്റെ ഭൂതകാലത്തിലേക്ക് ഒരു വാതിൽ തുറക്കുകയായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ പേര് കൊത്തിയ ആ വെള്ളി നാണയം പോലീസ് ടീമിനെ ആകെ തളർത്തിക്കളഞ്ഞു. കൊലയാളി വെറുമൊരു ക്രിമിനൽ അല്ല, പോലീസിൻ്റെ ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണെന്ന് വ്യക്തമായി. ഭൂതകാലത്തിൻ്റെ വേരുകൾ. സെർവർ റൂമിലെ ഹാക്കിംഗ് ശ്രമം തടയാൻ സൈബർ സെല്ലിന് കഴിഞ്ഞെങ്കിലും ഒരു കാര്യം സിദ്ധാർത്ഥിനെ അസ്വസ്ഥനാക്കി. കൊലയാളി തിരഞ്ഞത് 10 വർഷം മുൻപ് സിദ്ധാർത്ഥ് കൈകാര്യം ചെയ്ത ഓപ്പറേഷൻ വൈപ്പർ എന്ന കേസിലെ ഫയലുകളായിരുന്നു. ആ കേസിലെ പ്രതികളെല്ലാവരും ഒന്നുകിൽ ജയിലിലോ അല്ലെങ്കിൽ മരിച്ചവരോ ആണ്. പിന്നെന്തിനാണ് ഇപ്പോൾ ആ ഫയലുകൾ? റിയ, ആ പഴയ ഫയലുകൾ ഒന്ന് പരിശോധിക്കണം. അതിൽ വധശിക്ഷ ലഭിച്ചവരോ ജയിലിൽ കിടന്ന് മരിച്ചവരോ ആയ ആർക്കെങ്കിലും കുടുംബമുണ്ടോ എന്ന് നോക്കൂ, സിദ്ധാർത്ഥ് നിർദ്ദേശിച്ചു. മറ്റൊരു താവളം. അന്വേഷണം പുരോഗമിക്കവേ വിനയ് കുമാർ പണം അയച്ചിരുന്ന വ്യാജ അക്കൗണ്ടിൻ്റെ IP അഡ്രസ് ട്രാക്ക് ചെയ്തതിൽ നിന്നും കൊച്ചിയിലെ ഒരു പഴയ കമ്പ്യൂട്ടർ കഫേയുടെ ലൊക്കേഷൻ ലഭിച്ചു. സിദ്ധാർത്ഥും ആന്റണിയും ഉടൻ അവിടെ എത്തി. തകർന്നു വീഴാറായ ആ കഫേയിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടുത്തെ ഒരു സിസ്റ്റം മാത്രം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടേയിരുന്നു. വീഡിയോയിൽ കാണുന്നത് വിനയ് കുമാറിനെ കൊലപ്പെടുത്തിയ അതേ ഗോഡൗൺ ആണ്. പക്ഷേ ക്യാമറ ഇരിക്കുന്നത് മൃതദേഹത്തിൻ്റെ സ്ഥാനത്താണ്.
അതായത് മരിക്കുന്നതിനു തൊട്ടു മുൻപ് വിനയ് കുമാർ കണ്ട കാഴ്ചകൾ. വീഡിയോയുടെ അവസാനം ക്യാമറ പതുക്കെ തിരിഞ്ഞു ഒരു ഭിത്തിയിലേക്ക് നീങ്ങി. അവിടെ ചുവന്ന മഷിയിൽ എഴുതിയിരിക്കുന്നു: 10 വർഷം മുൻപുള്ള ആ മഴരാത്രി നീ മറന്നു സിദ്ധാർത്ഥ്. നീതി നടപ്പിലാക്കാൻ വൈകുമ്പോൾ നിഴലുകൾ ശിക്ഷാവിധി ഏറ്റെടുക്കും. പെട്ടെന്ന് കഫേയുടെ ഷട്ടറുകൾ താനേ താഴ്ന്നു. അകത്ത് കനത്ത പുക പടരാൻ തുടങ്ങി. ഒരു പ്രത്യേക രാസവസ്തുവിൻ്റെ മണം. സർ, ഇത് മയക്കുമരുന്നാണ്, മൂക്ക് പൊത്തു, ആന്റണി നിലവിളിച്ചു. പുകയ്ക്കിടയിലൂടെ സിദ്ധാർത്ഥ് കണ്ടു കഫേയുടെ ഗ്ലാസ് ഡോറിനപ്പുറം ഒരാൾ നിൽക്കുന്നു. റെയിൻകോട്ട് ധരിച്ച, മുഖം കാണാൻ കഴിയാത്ത ഒരു രൂപം. അയാൾ തൻ്റെ കയ്യിലിരുന്ന ഒരു റിമോട്ട് ബട്ടൺ അമർത്തി. കഫേക്കുള്ളിലെ സ്പീക്കറുകളിൽ നിന്നും ഒരു വിചിത്രമായ സംഗീതം ഉയർന്നു. സിദ്ധാർത്ഥിൻ്റെ തല കറങ്ങാൻ തുടങ്ങി. ബോധം മറയുന്നതിനു മുൻപ് അയാൾ ആ രൂപത്തിൻ്റെ കയ്യിൽ ഒരു വെള്ളിത്തിളക്കം കണ്ടു. ഏപ്രിൽ 15 അടുത്ത സൂചന. സിദ്ധാർത്ഥ് നിലത്തേക്ക് വീഴുമ്പോൾ പുറത്ത് മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങിയിരുന്നു. കൊലയാളി സിദ്ധാർത്ഥിനെ കൊല്ലാനല്ല, മറിച്ച് അയാളെ ഒരു ഭീകരമായ സത്യം ഓർമ്മിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ച സിദ്ധാർത്ഥിന് തലയ്ക്കുള്ളിൽ വലിയൊരു ഭാരം അനുഭവപ്പെട്ടു. ബോധം പൂർണ്ണമായി തെളിഞ്ഞപ്പോൾ താൻ കമ്പ്യൂട്ടർ കഫേയുടെ തറയിൽ തളർന്നു കിടക്കുകയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ആന്റണി തൊട്ടടുത്ത് അബോധാവസ്ഥയിലുണ്ട്. മറയ്ക്കപ്പെട്ട സത്യം. ഷട്ടറുകൾ ആരോ പുറത്തുനിന്ന് തുറന്നിരുന്നു. അകത്തേക്ക് ഇരച്ചെത്തിയ തണുത്ത കാറ്റ് സിദ്ധാർത്ഥിനെ കുറച്ചൊന്ന് ഉന്മേഷവാനാക്കി. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ പോക്കറ്റിൽ എന്തോ ഒന്ന് തടയുന്നത് അയാൾ ശ്രദ്ധിച്ചു. പുറത്തെടുത്തു നോക്കിയപ്പോൾ അതൊരു പഴയ ഫോട്ടോ ആയിരുന്നു. 10 വർഷം മുൻപുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ഓപ്പറേഷൻ വൈപ്പർ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം സിദ്ധാർത്ഥും നിൽക്കുന്നു. ഫോട്ടോയിൽ സിദ്ധാർത്ഥിൻ്റെയും മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെയും മുഖത്തിന് മുകളിൽ ചുവന്ന മഷിക്കൊണ്ട് ക്രോസ് അടയാളം ഇട്ടിരിക്കുന്നു. ആ രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ മറ്റാരുമായിരുന്നില്ല, സിദ്ധാർത്ഥിൻ്റെ അന്നത്തെ സീനിയർ ആയിരുന്ന റിട്ടയർഡ് DYSP മാധവൻ. അടുത്ത നീക്കം. സാർ, എന്താണ് സംഭവിച്ചത്? ആന്റണി പതുക്കെ എഴുന്നേറ്റു. നമ്മൾ വൈകിപ്പോയി ആന്റണി. അവന് വേണ്ടത് നമ്മളെയല്ല. അവൻ ആ പഴയ കേസിലെ എല്ലാവരെയും വേട്ടയാടുകയാണ്. മാധവൻ സാറിനെ ഉടൻ ബന്ധപ്പെടണം. സിദ്ധാർത്ഥ് ഉടൻ തന്നെ മാധവൻ സാറിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവർ സമയം കളയാതെ മാധവൻ സാറിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. നഗരത്തിലൂടെ കാർ പായുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഇരച്ചെത്തി. ഓപ്പറേഷൻ വൈപ്പറിൻ്റെ അവസാന രാത്രിയിൽ പിടിക്കപ്പെട്ട ആ കുറ്റവാളി പറഞ്ഞ വാക്കുകൾ: നിങ്ങൾ നിയമത്തിൻ്റെ പേരിൽ എന്നെ കൊല്ലുമായിരിക്കും, പക്ഷേ നിയമം രക്ഷിക്കാത്തവർക്ക് വേണ്ടി ഒരാൾ വരും. ഭീകരമായ കാഴ്ച. മാധവൻ സാറിൻ്റെ വീട്ടിലെത്തിയ സിദ്ധാർത്ഥും സംഘവും കണ്ടത് തുറന്നു കിടക്കുന്ന മുൻവാതിലാണ്. അകത്ത് ലൈറ്റുകളൊന്നുമില്ല. തോക്കുകൾ തയ്യാറാക്കി അവർ ഉള്ളിലേക്ക് കടന്നു. ഹാളിലെ വലിയ ക്ലോക്കിന് താഴെ ഒരു കസേരയിൽ മാധവൻ സാർ ഇരിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് വിളിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല. അടുത്തു ചെന്ന് നോക്കിയ സിദ്ധാർത്ഥ് നടുങ്ങിപ്പോയി. മാധവൻ സാറിൻ്റെ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മടിയിൽ ഒരു ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ് സ്ക്രീനിൽ ഒരു ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നു. 9:59, 9:58. ടൈമറിന് താഴെ ഒരു സന്ദേശം തെളിഞ്ഞു വന്നു. സിദ്ധാർത്ഥ്, നീതിയുടെ തുലാസ് ചെരിഞ്ഞിരിക്കുന്നു. 10 മിനിറ്റിനുള്ളിൽ നീ ഒരു സത്യം വിളിച്ചു പറയണം. ഇല്ലെങ്കിൽ ഈ നഗരത്തിലെ ഏറ്റവും വലിയ രഹസ്യം സ്ഫോടനത്തോടെ അവസാനിക്കും. മാധവൻ സാറിൻ്റെ ശരീരത്തിൽ ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ സിദ്ധാർത്ഥിന് അധികം സമയം വേണ്ടി വന്നില്ല. തീയതി ഏപ്രിൽ 6 ആയിക്കഴിഞ്ഞു. കളി അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. മാധവൻ സാറിൻ്റെ നെഞ്ചിൽ ഘടിപ്പിച്ചിരുന്ന ഡിജിറ്റൽ ടൈമറിലെ ചുവന്ന അക്കങ്ങൾ ഓരോ സെക്കൻഡിലും കുറഞ്ഞുകൊണ്ടിരുന്നു. 8:45, 8:44. സിദ്ധാർത്ഥിൻ്റെ നെറ്റിയിൽ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു. ബോംബ് ഡിസ്പോസൽ സ്ക്വാഡിനെ വിളിക്കാൻ സമയമില്ല. വെളിപ്പെടുത്തൽ. സർ, മാധവൻ സർ. സിദ്ധാർത്ഥ് അദ്ദേഹത്തെ തട്ടി വിളിച്ചു. കണ്ണ് കെട്ടിയിരുന്നെങ്കിലും അദ്ദേഹം ബോധാവസ്ഥയിലായിരുന്നു. വായ പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഒട്ടിച്ചിരുന്നു. സിദ്ധാർത്ഥ് പതുക്കെ അത് നീക്കം ചെയ്തു. സിദ്ധാർത്ഥ്, ഓടിപ്പോകൂ, ഇത് കെണിയാണ്. അവൻ എന്നെയല്ല ലക്ഷ്യം വെക്കുന്നത്, നിന്നെക്കൊണ്ട് ആ സത്യം പറയിപ്പിക്കാനാണ്, മാധവൻ സാർ കിതച്ചുകൊണ്ട് പറഞ്ഞു. ലാപ്ടോപ്പ് സ്ക്രീനിൽ അടുത്ത സന്ദേശം തെളിഞ്ഞു.
ഓപ്പറേഷൻ വൈപ്പറിൻ്റെ അവസാന രാത്രിയിൽ നിങ്ങൾ പിടികൂടിയത് യഥാർത്ഥ പ്രതിയെ ആയിരുന്നോ? അതോ നിരപരാധിയായ ഒരാളെ ബലി കൊടുത്ത് നിങ്ങൾ മെഡലുകൾ വാങ്ങിയോ? സിദ്ധാർത്ഥ് ഒരു നിമിഷം സ്തംഭിച്ചു പോയി. 10 വർഷം മുൻപുള്ള ആ രാത്രി തെളിവുകളെല്ലാം വിരൽ ചൂണ്ടിയത് ആ ചായക്കടക്കാരനിലേക്കായിരുന്നു. പക്ഷേ അയാൾ നിരപരാധിയാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. കേസന്വേഷണത്തിൻ്റെ സമ്മർദ്ദം കാരണം സിദ്ധാർത്ഥും സംഘവും അത് അവഗണിച്ചു. ഒടുവിൽ അയാൾ ജയിലിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. സത്യത്തിൻ്റെ വില. ടൈമർ ഇപ്പോൾ 4:20 നിൽക്കുന്നു. സർ, ആ രാത്രിയിൽ തെളിവുകൾ നമ്മൾ ഉണ്ടാക്കിയതാണോ? ആന്റണി ഞെട്ടലോടെ സിദ്ധാർത്ഥിനെ നോക്കി. അല്ല ആന്റണി, പക്ഷെ നമുക്ക് തെറ്റുപറ്റി. നമ്മൾ തിരഞ്ഞെടുത്ത തെളിവുകൾ അവനെ പ്രതിയാക്കാൻ എളുപ്പമായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ശബ്ദം ഇടറി. പെട്ടെന്ന് ലാപ്ടോപ്പിൽ ഒരു മൈക്രോഫോൺ ഐക്കൺ തെളിഞ്ഞു. കൊലയാളി എല്ലാം കേൾക്കുന്നുണ്ട്. അതെ, 10 വർഷം മുമ്പ് ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു. രാഘവൻ നിരപരാധിയായിരുന്നു. സിദ്ധാർത്ഥ് ലാപ്ടോപ്പിലേക്ക് നോക്കി അലറി. സിദ്ധാർത്ഥ് അത് പറഞ്ഞ നിമിഷം ടൈമർ പെട്ടെന്ന് നിന്നു. 2:15. മുറിയിലാകെ ഒരു നിശബ്ദത പടർന്നു. പക്ഷെ മാധവൻ സാറിൻ്റെ മുഖത്ത് ഭയമായിരുന്നു. സിദ്ധാർത്ഥ്, അവൻ നമ്മളെ വെറുതെ വിടില്ല. നീ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നിന്റെ കരിയർ അവസാനിപ്പിക്കും. അപ്രതീക്ഷിത തിരിച്ചടി. പെട്ടെന്ന് ഹാളിൻ്റെ മൂലയിലുണ്ടായിരുന്ന സ്പീക്കറിൽ നിന്നും ഒരു പൊട്ടിച്ചിരി കേട്ടു. സത്യം നിന്നെ സ്വതന്ത്രനാക്കുമെന്ന് കരുതിയോ സിദ്ധാർത്ഥ്? ഇല്ല, സത്യം നിന്നെ തകർക്കും. സ്ക്രീനിൽ ഇപ്പോൾ ഒരു CCTV ദൃശ്യം തെളിഞ്ഞു. അത് സിദ്ധാർത്ഥിൻ്റെ വീടിന് മുന്നിലെ ദൃശ്യമായിരുന്നു. മഴയത്ത് ഒരു രൂപം സിദ്ധാർത്ഥിൻ്റെ വീടിൻ്റെ വാതിലിൽ ഒരു വെള്ളി നാണയം ഒട്ടിച്ചു വെച്ച് നടന്നു പോകുന്നു. അതിലെ തീയതി ഏപ്രിൽ 15. കൊലയാളി ഇപ്പോൾ മാധവൻ സാറിനെയോ സിദ്ധാർത്ഥിനെയോ അല്ല ലക്ഷ്യം വെക്കുന്നത്. സിദ്ധാർത്ഥിന് ഏറ്റവും പ്രിയപ്പെട്ട മറ്റാരെയോ ആണ്. സിദ്ധാർത്ഥ് തൻ്റെ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. പക്ഷേ ആരും എടുക്കുന്നില്ല. ഫോണിൻ്റെ മറുതലയ്ക്കൽ കേൾക്കുന്ന റിംഗ് ടോൺ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. ആരും ഫോൺ എടുക്കുന്നില്ല. സിദ്ധാർത്ഥിൻ്റെ ഭാര്യ മായയും മകൾ ദിയയും ഇന്ന് വീട്ടിൽ തനിച്ചാണ്. നെട്ടോട്ടം. ആന്റണി, മാധവൻ സാറിനെ സേഫാക്കൂ, ഞാൻ വീട്ടിലേക്ക് പോകുന്നു. സിദ്ധാർത്ഥ് തൻ്റെ കാറിനടുത്തേക്ക് കുതിച്ചു. മഴ കനത്ത് പെയ്യുകയായിരുന്നു. റോഡിലൂടെ വെള്ളക്കെട്ടുകൾക്കിടയിലൂടെ സിദ്ധാർത്ഥ് കാർ പായിച്ചു. മനസ്സ് നിറയെ 10 വർഷം മുൻപത്തെ ആ രാത്രിയായിരുന്നു. രാഘവൻ, ആ പാവം മനുഷ്യൻ ജയിലിൽ തൂങ്ങി മരിച്ചപ്പോൾ അയാളുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു കാണും? ഈ കൊലയാളി ആ കുടുംബത്തിലെ ആരെങ്കിലുമാണോ? വീടിന് മുന്നിലെത്തിയ സിദ്ധാർത്ഥ് കണ്ടത് ഗേറ്റ് തുറന്നു കിടക്കുന്നതാണ്. CCTVയിൽ കണ്ടതുപോലെ വാതിലിൽ ഒരു വെള്ളി നാണയം തിളങ്ങുന്നുണ്ട്. സിദ്ധാർത്ഥ് വിറയ്ക്കുന്ന കൈകളോടെ അതെടുത്തു. അതിലെഴുതിയിരുന്നു, സമയത്തിന് വിലയുണ്ട്. അയാൾ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറി. മായ, ദിയ. വീടിനുള്ളിൽ പൂർണ്ണമായ നിശബ്ദത. അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗ തുറന്നു വെച്ചിരിക്കുന്നു. പക്ഷെ തീ കൊളുത്തിയിട്ടില്ല. ഗ്യാസിൻ്റെ രൂക്ഷമായ മണം അവിടെ പടർന്നിരുന്നു. സിദ്ധാർത്ഥ് വേഗം ജനാലകൾ തുറന്നിട്ടു. ബെഡ്റൂമിലേക്ക് ഓടിയ അയാൾ കണ്ടത് മായയും ദിയയും കട്ടിലിൽ ബോധരഹിതരായി കിടക്കുന്നതാണ്. അവർക്ക് ശ്വാസമുണ്ട്. പക്ഷേ അവർക്കരികിൽ ഒരു ടേപ്പ് റെക്കോർഡർ ഇരിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അത് പ്ലേ ചെയ്തു. പുതിയ വെളിപ്പെടുത്തൽ. നീ ഒരു കാര്യം മാത്രം ലോകത്തോട് പറഞ്ഞു സിദ്ധാർത്ഥ്. പക്ഷേ ബാക്കി സത്യങ്ങൾ ഇപ്പോഴും നിന്റെ ഫയലുകളിൽ ഉറങ്ങുകയാണ്. രാഘവൻ മരിച്ചത് ആത്മഹത്യ ചെയ്തതുകൊണ്ടല്ല, അവനെ ജയിലിനുള്ളിൽ വെച്ച് കൊന്നതാണ്. ആരാണ് അതിന് ഉത്തരവിട്ടത്? സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് സിദ്ധാർത്ഥിൻ്റെ ടീമിലുണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ ഇന്ന് ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളാണ്. ആ കൊലപാതകത്തിന് പിന്നിലെന്ന് സിദ്ധാർത്ഥിന് അറിയാമായിരുന്നു. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ സിദ്ധാർത്ഥ് അന്ന് മൗനം പാലിച്ചു. പെട്ടെന്ന് സിദ്ധാർത്ഥിൻ്റെ ഫോണിലേക്ക് റിയയുടെ കോൾ വന്നു. സർ, വിനയ് കുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വിവരം കിട്ടി. വിനയ് കുമാർ പണം അയച്ചിരുന്നത് രാഘവൻ്റെ മകളുടെ പഠനാവശ്യങ്ങൾക്കായിരുന്നു. വിനയ് കൊലയാളിയല്ല, മറിച്ച് കൊലയാളിയുടെ അടുത്ത ഇരയായിരുന്നു. അപ്പോൾ വിനയ് കുമാറിനെ എന്തിനു കൊന്നു? സിദ്ധാർത്ഥ് ചോദിച്ചു. വിനയ് സത്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു സർ. കൊലയാളിക്ക് വേണ്ടത് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനല്ല, മറിച്ച് താൻ നിശ്ചയിക്കുന്ന രീതിയിൽ എല്ലാവരെയും ശിക്ഷിക്കാനാണ്. സിദ്ധാർത്ഥ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ദൂരെ മരങ്ങൾക്കിടയിൽ ഒരു രൂപം നിൽക്കുന്നത് കണ്ടു. റെയിൻകോട്ട് ധരിച്ച അതേ രൂപം. അയാൾ തൻ്റെ കയ്യിലിരുന്ന ഒരു ടോർച്ച് ലൈറ്റ് സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് അടിച്ചു. 3 തവണ.
അതൊരു സിഗ്നലായിരുന്നു. ഏപ്രിൽ 15 ഇനി 8 ദിവസങ്ങൾ. പക്ഷേ കളി ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ വീടിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നു. കൊലയാളിക്ക് വേണ്ടത് സിദ്ധാർത്ഥിൻ്റെ കുറ്റസമ്മതം മാത്രമല്ല, ആ പഴയ കേസിലെ യഥാർത്ഥ വില്ലനെ പുറത്തെത്തിക്കാനാണ്. സിദ്ധാർത്ഥ് ജനാലയിലൂടെ ആ രൂപത്തെ നോക്കി. മഴവിൽ വെളിച്ചത്തിൽ ആ ടോർച്ച് സിഗ്നലുകൾ ഒരു മോഴ്സ് കോഡ് പോലെ തോന്നിപ്പിച്ചു. 3 തവണത്തെ ആ പ്രകാശത്തിനിടയിൽ ആ രൂപം കൈകൊണ്ട് ഒരടയാളം കാണിച്ചു. ഒരു ആറിൻ്റെ ആകൃതി. രഹസ്യങ്ങളുടെ അറ. മായയെയും ദിയയെയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവർക്ക് നൽകിയത് വീര്യം കുറഞ്ഞ മയക്കുമരുന്നാണെന്നും അപകടനില തരണം ചെയ്തെന്നും ഡോക്ടർ അറിയിച്ചു. ആശുപത്രി വരാന്തയിൽ തലയിൽ കൈവച്ചിരുന്ന സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് റിയ ഓടി വന്നു. സർ, 6ാമത്തെ ആൾ. ഓപ്പറേഷൻ വൈപ്പറിലുണ്ടായിരുന്ന 6ാമത്തെ ഉദ്യോഗസ്ഥനെ ഓർക്കുന്നുണ്ടോ? സിദ്ധാർത്ഥ് ഞെട്ടിപ്പോയി. ഡെപ്യൂട്ടി കമ്മീഷണർ KP ഭാസ്കർ, അന്നത്തെ അന്വേഷണ സംഘത്തിൻ്റെ തലവൻ. ഭാസ്കർ ഇപ്പോൾ വിരമിച്ചു കൊച്ചിയിൽ തന്നെയുണ്ട്. രാഘവൻ ജയിലിനുള്ളിൽ മരിച്ചപ്പോൾ ആ കേസ് അട്ടിമറിച്ചതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാറ്റം വരുത്തിയതും ഭാസ്കറാണെന്ന് അന്നേ അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ തെളിവുകളില്ലാത്തതിനാൽ സിദ്ധാർത്ഥിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഭാസ്കറിലേക്കുള്ള യാത്ര. സിദ്ധാർത്ഥും ആന്റണിയും ആ രാത്രി തന്നെ ഭാസ്കറുടെ വസതിയിലേക്ക് തിരിച്ചു. നഗരത്തിലെ ഏറ്റവും സുരക്ഷിതമായ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. പക്ഷേ അവിടെ എത്തിയ അവർ കണ്ടത് സെക്യൂരിറ്റി ജീവനക്കാർ എല്ലാവരും അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ്. സർ, നമ്മൾ വൈകിപ്പോയോ? ആന്റണി തോക്ക് പുറത്തെടുത്തു. വീടിനുള്ളിൽ നിന്നും ഒരു ചെറിയ സംഗീതം കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു പഴയ ഗ്രാമഫോണിൽ നിന്നും ഒഴുകി വരുന്ന മലയാളം പാട്ട്. സിദ്ധാർത്ഥ് ഉള്ളിലേക്ക് കടന്നു. ഹാളിൻ്റെ നടുവിൽ ഭാസ്കർ ഒരു കസേരയിൽ കെട്ടിയിടപ്പെട്ട നിലയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിഞ്ഞിരുന്നു. ഭാസ്കറുടെ മുന്നിൽ ഒരു ടേബിൾ ഇരിപ്പുണ്ട്. അതിൽ 6 വെള്ളി നാണയങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. ഓരോ നാണയത്തിലും ഓപ്പറേഷൻ വൈപ്പർ ടീമിലെ ഓരോരുത്തരുടെയും പേരുകൾ. വിനയ് കുമാർ, മാധവൻ, ആന്റണി, റിയ, സിദ്ധാർത്ഥ്, പിന്നെ ഭാസ്കറും. സിദ്ധാർത്ഥ്, രക്ഷിക്കൂ, ഭാസ്കർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് മുറിയിലെ ലൈറ്റുകൾ അണഞ്ഞു. ഒരു പ്രൊജക്ടർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഭിത്തിയിൽ തെളിഞ്ഞത് 10 വർഷം മുൻപ് രാഘവനെ ഭാസ്കർ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. ഭാസ്കർ രാഘവനെ ക്രൂരമായി മർദ്ദിക്കുന്നതും ഒടുവിൽ രാഘവൻ ബോധരഹിതനായി വീഴുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് വീഡിയോ അല്ല സിദ്ധാർത്ഥ്, ഇത് നീതിയുടെ അവസാന പേജാണ്. ഇരുട്ടിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങി. മുഖാമുഖം. സിദ്ധാർത്ഥ് ശബ്ദം കേട്ട ദിശയിലേക്ക് തോക്ക് ചൂണ്ടി. ആരാണ് നീ? പുറത്തു വരൂ. ഒരു ടോർച്ച് വെളിച്ചം സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് പതിഞ്ഞു. റെയിൻകോട്ട് മാറ്റിക്കൊണ്ട് ആ രൂപം പതുക്കെ പുറത്തു വന്നു. സിദ്ധാർത്ഥ് ആ മുഖം കണ്ട് സ്തംഭിച്ചുപോയി. അത് മറ്റാരുമായിരുന്നില്ല, വിനയ് കുമാറിൻ്റെ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ ആദ്യമെത്തിയ ആ യുവ ഫോട്ടോഗ്രാഫർ അലക്സ്. അലക്സ്. സിദ്ധാർത്ഥ് അത്ഭുതപ്പെട്ടു. അലക്സ്, രാഘവൻ എന്ന് വിളിക്കുന്നതാവും കൂടുതൽ ശരി. അയാൾ ശാന്തനായി പറഞ്ഞു. എൻ്റെ അച്ഛനെ നിങ്ങൾ കൊന്നപ്പോൾ 10 വയസ്സുകാരനായ ഞാൻ ആ ജയിലിൽ മുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഏപ്രിൽ 7, എൻ്റെ അച്ഛൻ മരിച്ച അതേ തീയതി. അലക്സിൻ്റെ കയ്യിൽ ഒരു റിമോട്ട് ഉണ്ടായിരുന്നു. ഭാസ്കറുടെ കാലിനടിയിൽ ഒരു പ്രഷർ പ്ലേറ്റ് ഉണ്ട് സിദ്ധാർത്ഥ്. അദ്ദേഹം കസേരയിൽ നിന്നും എഴുന്നേറ്റാൽ ഈ വീട് മൊത്തം ചാരമാകും. ഇനി നീ തീരുമാനിക്കണം. സത്യം മറച്ചു പിടിച്ച ഈ മനുഷ്യനെ നീ രക്ഷിക്കുമോ അതോ നിയമം വഴി ശിക്ഷിക്കാത്തവനെ കാലത്തിന് വിട്ടുകൊടുക്കുമോ? അലക്സിൻ്റെ കണ്ണുകളിൽ വർഷങ്ങളായി കൊണ്ടു നടന്ന പകയുടെയും വേദനയുടെയും കനൽ എരിയുന്നുണ്ടായിരുന്നു. ഭാസ്കറുടെ മുഖം ഭയന്നുകൊണ്ട് വിളറി. പ്രഷർ പ്ലേറ്റിൽ നിന്നും കാലൽപ്പം പോലും മാറിയാൽ സ്ഫോടനം നടക്കുമെന്ന് ഉറപ്പാണ്. നീതിയുടെ തുലാസ്. അലക്സ്, തോക്ക് താഴെ വെക്കൂ. നിനക്ക് നീതി വേണം, അതിന് ഞാനുണ്ട് കൂടെ. സിദ്ധാർത്ഥ് കൈകൾ ഉയർത്തി പതുക്കെ മുന്നോട്ട് നീങ്ങി. നീതിയോ? നീതി നിങ്ങൾ 10 വർഷം മുൻപ് കുഴിച്ചു മൂടിയതാണ് സിദ്ധാർത്ഥ് സാർ. അലക്സ് അലറി. എൻ്റെ അച്ഛൻ അന്ന് കരഞ്ഞു പറഞ്ഞതാണ് അയാൾ തെറ്റുകാരനല്ലെന്ന്. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി അയാളെ ഒരു കൊടും കുറ്റവാളിയാക്കി. അയാൾക്ക് ശിക്ഷ കിട്ടിയതല്ല, നിങ്ങളത് കൊടുത്തതാണ്. ഭാസ്കർ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥ്, ഇവൻ ഭ്രാന്തനാണ്, എന്നെ രക്ഷിക്കൂ, ഞാൻ എല്ലാം ഏറ്റുപറയാം. കെണി മുറുകുന്നു. അലക്സ് ഒരു ചെറിയ ക്യാമറ ഭാസ്കറുടെ മുഖത്തിന് നേരെ തിരിച്ചു. ഏറ്റു പറയൂ സർ, ഈ നഗരം മുഴുവൻ ലൈവായി കാണുന്നുണ്ട്. നിങ്ങൾ രാഘവനെ എങ്ങനെ കൊന്നു എന്ന് പറയൂ. സിദ്ധാർത്ഥ് ചുറ്റും നോക്കി. മുറിയിലെ സിഗ്നലുകൾ
ജാം ചെയ്തിരിക്കുന്നു. പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടില്ല. റിയയുടെയും ആന്റണിയെയും പുറത്തെവിടെയോ കുടുങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്ന് അലക്സ് സിദ്ധാർത്ഥിന് നേരെ തിരിഞ്ഞു. സിദ്ധാർത്ഥ് സർ, നിങ്ങൾ ഇതിലൊരു ഭാഗം മാത്രമാണ്. പക്ഷേ ഈ മനുഷ്യനാണ് ആസൂത്രകൻ. ഇയാൾ ജീവിച്ചിരിക്കുന്നത് നീതിക്ക് നിരക്കാത്തതാണ്. ഇനി വെറും 5 മിനിറ്റ്. ഈ 5 മിനിറ്റിനുള്ളിൽ ഇയാൾ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ഇയാളും ഈ വീടും ഇല്ലാതാകും. സത്യത്തിന്റെ വെളിപ്പെടുത്തൽ. ടൈമർ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. ഭാസ്കർ പൊട്ടിക്കരയാൻ തുടങ്ങി. അതെ, രാഘവൻ നിരപരാധിയായിരുന്നു. കേസിലെ യഥാർത്ഥ പ്രതി ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകനായിരുന്നു. അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ രാഘവനെ കുടുക്കിയത്. ജയിലിൽ വെച്ച് അയാൾ സത്യം വിളിച്ചു പറയുമെന്ന് പേടിച്ചാണ് ഞാൻ പോലീസുകാരെ ഉപയോഗിച്ച് അയാളെ കൊലപ്പെടുത്തിയത്. ഭാസ്കറുടെ വാക്കുകൾ കേട്ട് സിദ്ധാർത്ഥ് തകർന്നുപോയി. തൻ്റെ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്തു എന്നത് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കേട്ടല്ലോ സിദ്ധാർത്ഥ് സർ, അലക്സ് ചിരിച്ചു. ഇപ്പോൾ ഇയാൾ ഒരു കൊലയാളിയാണെന്ന് തെളിഞ്ഞു. നിയമം ഇയാളെ ശിക്ഷിക്കുമോ? ഇല്ല, ഇയാൾ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടും. അതുകൊണ്ട് വിധി ഞാൻ നടപ്പിലാക്കുന്നു. അലക്സ് റിമോട്ട് ബട്ടണിൽ വിരൽ അമർത്താൻ ഒരുങ്ങി. അലക്സ്, നിൽക്കൂ, സിദ്ധാർത്ഥ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നീ അവരെ പോലെ ഒരു കൊലയാളിയാകരുത്. നീ ചെയ്തത് സത്യം പുറത്തു കൊണ്ടുവരാനാണ്. അത് നീ ചെയ്തു കഴിഞ്ഞു. ഇനി നിയമം അതിൻ്റെ വഴിക്ക് പോകും. അപ്രതീക്ഷിത മാറ്റം. പെട്ടെന്ന് വീടിൻ്റെ പിൻഭാഗത്തു നിന്നും ഒരു വെടിയൊച്ച കേട്ടു. അലക്സിന്റെ തോളിൽ വെടിയേറ്റു. അയാൾ താഴെ വീണു. ആന്റണിയും സംഘവും ജനാല തകർത്ത് ഉള്ളിലേക്ക് ഇരച്ചു കയറി. സർ, എല്ലാവരും സേഫാണ്, ആന്റണി വിളിച്ചു പറഞ്ഞു. പക്ഷേ അലക്സ് വീണപ്പോൾ അയാളുടെ കയ്യിൽ നിന്നും റിമോട്ട് തറയിലേക്ക് തെറിച്ചു. അത് നേരെ ഭാസ്കറുടെ കാലിനടിയിലെ പ്രഷർ പ്ലേറ്റിലേക്ക് തട്ടി. ടൈമർ അതിവേഗത്തിൽ ഓടാൻ തുടങ്ങി. 10, 9. സിദ്ധാർത്ഥ് എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. ഭാസ്കറെ രക്ഷിക്കണമോ അതോ അലക്സിനെ പിടികൂടണമോ? ഏപ്രിൽ 15 ഇനിയും ദിവസങ്ങളുണ്ട്. പക്ഷേ അന്തിമ വിധി ഇന്ന് തന്നെ നടപ്പിലാക്കാൻ പോകുന്നു. ടൈമറിലെ ചുവന്ന അക്കങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ കുറഞ്ഞുകൊണ്ടിരുന്നു. 5, 4. ഭാസ്കർ ഭയം കൊണ്ട് അലറി വിളിച്ചു. സിദ്ധാർത്ഥ് ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. അയാൾ ഭാസ്കറുടെ കസേരയ്ക്ക് നേരെ ചാടി വീണു. അദ്ദേഹത്തെ ആഞ്ഞു തള്ളിക്കൊണ്ട് വശത്തുള്ള വലിയ സോഫയ്ക്ക് പിന്നിലേക്ക് തെറിച്ചു വീണു. ശക്തമായ ഒരു ശബ്ദത്തോടെ സ്ഫോടനം നടന്നു. പക്ഷേ അത് വീട് തകർക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നില്ല. പകരം കനത്ത വെളുത്ത പുകയും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും ആ മുറിയിൽ നിറഞ്ഞു. അതൊരു ഫ്ലാഷ് ബാങ് മാത്രമായിരുന്നു. അലക്സ് ആരെയും കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല. സത്യം ലോകം കേൾക്കണമെന്ന് മാത്രമേ അയാൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പുക അടങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് പതുക്കെ എഴുന്നേറ്റു. ഭാസ്കർ ബോധരഹിതനായി തറയിൽ കിടക്കുന്നു. മുറിയിലെ സ്ക്രീനിൽ ഇപ്പോഴും ആ ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നുണ്ടായിരുന്നു. കേരളം മുഴുവൻ ഭാസ്കറുടെ കുറ്റസമ്മതം കണ്ടു കഴിഞ്ഞു. അവസാന വിധി. മുറിയിൽ അലക്സിനെ കാണാനില്ലായിരുന്നു. തോളിൽ വെടിയേറ്റിട്ടും അയാൾ എങ്ങനെയോ അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. സിദ്ധാർത്ഥ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ മഴയത്ത് ഒരു രൂപം നടന്നു പോകുന്നത് കണ്ടു. സർ, നമുക്ക് അയാളെ പിന്തുടരാം. ആന്റണി തോക്കെടുത്ത് മുന്നോട്ട് നീങ്ങി. വേണ്ട ആന്റണി, സിദ്ധാർത്ഥ് തടഞ്ഞു. അയാൾക്ക് വേണ്ടത് അയാൾ നേടി. നിയമം ശിക്ഷിക്കാത്തവരെ അയാൾ നിയമത്തിനു മുന്നിൽ നഗ്നരാക്കി നിർത്തി. ഇനി ശിക്ഷ നടപ്പാക്കേണ്ടത് കോടതിയാണ്. ദിവസങ്ങൾ കടന്നുപോയി. ഭാസ്കറെയും 10 വർഷം മുൻപ് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. രാഘവന്റെ കേസ് പുനരന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. സിദ്ധാർത്ഥിന്റെ സത്യസന്ധതയെ എല്ലാവരും പുകഴ്ത്തിയെങ്കിലും തൻ്റെ ഉള്ളിലെ ആ പഴയ തെറ്റിന്റെ ഭാരം ഇപ്പോഴും അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഏപ്രിൽ 15 എത്തി. സിദ്ധാർത്ഥ് തൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ പ്യൂൺ ഒരു ചെറിയ പാഴ്സൽ കൊണ്ടുവന്നു. സിദ്ധാർത്ഥ് അത് തുറന്നു നോക്കി. അതിനുള്ളിൽ ഒരു പഴയ വെള്ളി നാണയമുണ്ടായിരുന്നു. അതിൽ ഇത്തവണ തീയതിയോ പേരോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു വാക്ക് മാത്രം കൊത്തിവെച്ചിരുന്നു: നന്ദി. നാണയത്തിന് താഴെ ഒരു ചെറിയ കുറിപ്പുമുണ്ടായിരുന്നു: സിദ്ധാർത്ഥ് സർ, നീതി നടപ്പിലായി. എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ഇനി സമാധാനമായി ഉറങ്ങാം. പക്ഷേ ഓർക്കുക, ഓരോ നിഴലിനും പിന്നിൽ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം അണയുമ്പോൾ വീണ്ടും നിഴലുകൾ ഉദിക്കും. സൂക്ഷിക്കുക. സിദ്ധാർത്ഥ് ആ നാണയം തൻ്റെ മേശപ്പുറത്ത് വെച്ചു. പുറത്ത് മഴ തോർന്നിരുന്നു. വെയിൽ തെളിയാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ നഗരത്തിൻ്റെയും
ഇടനാഴികളിൽ ഇനിയും എത്രയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അന്വേഷണം അവസാനിച്ചു, പക്ഷേ നീതിയുടെ പോരാട്ടം തുടരുന്നു.